ഹലോ ഗായ്സ്, വെൽക്കം ടു അൻസിസ് വ്യൂസ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഞാൻ മീ ബേസിക് എന്നുള്ള ഈ ബ്ലൂടൂത്ത് ഇയർഫോൺ ഏകദേശം ഒരാഴ്ചയോളം ഉപയോഗിച്ച് നോക്കി. അപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കൂടുതലൊന്നും പറയുന്നില്ല, ആദ്യം നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ ഈ ബോക്സ് നോക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ മീ നെക്ക് ബാൻഡ് ബ്ലൂടൂത്ത് ഇയർഫോൺ എന്ന് കൊടുത്തേക്കുന്നത് കാണാൻ സാധിക്കും. അതിന് താഴെയായിട്ട് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കാണാൻ സാധിക്കും. ഒന്നാമതായിട്ട് 8 hours ബാറ്ററി ബാക്കപ്പ് അല്ലെങ്കിൽ പ്ലേ ബാക്ക് കിട്ടും എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ രണ്ടാമതായിട്ട് ഡൈനാമിക് ബേസ് എന്നാണ് കൊടുത്തേക്കുന്നത്. അതായത് ബേസിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സൗണ്ട് ആയിരിക്കും ഇതിൽ നിന്ന് വരിക എന്ന് നമുക്ക് ഇത് കാണുമ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വോയിസ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് 5 കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് പോയാൽ MRP കാണാൻ സാധിക്കും 1999 രൂപ എന്നാണ്. പക്ഷേ ഞാനിത് വാങ്ങിയത് 1599 രൂപക്കാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ ഞാനിവിടെ ഓർഡർ ചെയ്തേക്കുന്നത് ബ്ലാക്ക് കളറാണ്. പിന്നെ ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത് 35 ഗ്രാമാണ് ഭാരം വരുന്നത്. അത്യാവശ്യം ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് ഇയർഫോൺ തന്നെയാണ്. ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നോക്കാവുന്നതാണ്. ഓക്കെ, ഏതായിരുന്നാലും നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുക വലിയൊരു വൈറ്റ് ബോക്സ് ആണ്. അതിൻ്റെ മറുപുറത്തേക്ക് തിരിച്ചാൽ നമുക്ക് മീ നെക്ക് ബാൻഡ് എന്നുള്ള ബ്ലൂടൂത്ത് ഇയർഫോൺ കാണാൻ സാധിക്കും. അത് നമ്മൾ എടുത്തിട്ട് ഇനി ഇതിനകത്ത് എന്തൊക്കെയുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നോക്കാം. അത് നോക്കുമ്പോൾ ഈ ഒരു വൈറ്റ് ബോക്സ് തുറന്ന് നോക്കിയാൽ അതിന് ഉള്ളിലായിട്ട് ചെറിയൊരു വൈറ്റ് ക്യാബിൻ കാണാൻ സാധിക്കും. ആ ക്യാബിൻ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് എക്സ്ട്രാ ഇയർബഡ്സ് കാണാൻ സാധിക്കും. അതായത് മീഡിയം ഇയർബഡ്സ് ഓൾറെഡി ഇയർഫോണിനോട് കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത്. സാധാരണ ഉള്ളത് പോലെ തന്നെയാണ്. ഇതിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് സ്മോള് അതുപോലെ തന്നെ ലാർജ് സൈസിലുള്ള 2 പെയർ ഇയർബഡ്സ് കാണാൻ സാധിക്കും. പിന്നെ അടുത്തായിട്ട് ഒരു ഫ്ലാറ്റ് ടൈപ്പ് ചാർജിങ് കേബിൾ കാണാൻ സാധിക്കും. മൈക്രോ USB കേബിളാണ്. മറ്റുള്ള ബ്ലൂടൂത്ത് ഇയർഫോണിൻ്റെ ചാർജിങ് കേബിളിൻ്റെ ആ നീളമൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല നീളമുള്ള ഒരു കേബിൾ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളും കാണാൻ സാധിക്കും. ഇത്രയാണ് ഈ ബോക്സിനകത്തുള്ളത്. ഇനി അടുത്തായിട്ട് നമ്മൾ മാറ്റി വെച്ച മീ നെക്ക് ബാൻഡ് ബ്ലൂടൂത്ത് ഇയർഫോൺ എന്നുള്ള ഇയർഫോണിലേക്ക് വരാം. അതിനെ അടുത്തുനിന്നൊന്ന് കാണാം. ആദ്യം തന്നെ നമുക്ക് ഇയർഫോണിൻ്റെ ആ ഒരു സൈഡ് തൊട്ട് തുടങ്ങാം. ഇയർഫോൺ തൊട്ട് തുടങ്ങുമ്പോൾ ഇയർഫോണിൻ്റെ ഡിസൈൻ നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇത് മുമ്പൊക്കെ കണ്ട് പരിചയമുള്ള ഒരു ഡിസൈനാണ്. മീ ബേസിക് ഇയർഫോണിൽ കണ്ടുവരുന്ന ഡിസൈനാണ്. അതുപോലെ തന്നെ ഷോമിയുടെ വേറൊരു ബ്രാൻഡാണ് അല്ലെങ്കിൽ ഇയർഫോൺ ബ്രാൻഡായ വൺ മോറിൻ്റെ ചില ഇയർഫോൺസിനൊക്കെ ഇതേ ഒരു ഡിസൈനിലാണ് വരുന്നത്. അതായത് കുറച്ചൊരു ബെൻഡ് വരുന്ന രീതിയിൽ, ചെവിയുടെ അകത്തേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ നല്ലൊരു ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയലിനെ കുറിച്ച് പറയുമ്പോൾ മെറ്റലാണ് ഇതിൻ്റെ കുറച്ച് ഭാഗം വരുന്നത്, കുറച്ച് ഭാഗം പ്ലാസ്റ്റിക്, അങ്ങനത്തെ ഒരു രീതിയിലാണ്. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മീഡിയം ഇയർബഡ്സ് ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിലാണ്, നല്ല ഒരു ക്വാളിറ്റിയുള്ള രീതിയിലാണ് നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ലെഫ്റ്റ് റൈറ്റ് എന്ന് മെൻഷൻ ചെയ്തേക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു ബാസ് കോമ്പൻസേഷൻ ഹോളും കാണാൻ സാധിക്കും. പിന്നെ ഈ ഇയർഫോണിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് മാഗ്നറ്റ് ഉണ്ട്. നമ്മൾ ഈ 2 ഇയർഫോണും തൂക്കിയിടുമ്പോൾ ഇത് രണ്ടും അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാഗ്നറ്റ് ഉപകാരപ്പെടുന്നത്. അതല്ലാതെ ഇത് വെച്ച് മ്യൂസിക് കൺട്രോൾ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല. മറ്റുള്ള ചില ഇയർഫോണിലൊക്കെ കണ്ടുവരുന്ന ആ ഒരു രീതിയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ജസ്റ്റ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ മാഗ്നറ്റ് ഉപയോഗിക്കുന്നത്. ഇത്രയാണ് നമ്മൾ ഈ ഇയർഫോണിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ ആ ഒരു ജോയിൻറ്റിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ജോയിൻ്റൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ എന്ന് തന്നെ പറയാൻ സാധിക്കും. ഈ കേബിളിനൊന്നും ഡാമേജ് വരാത്ത രീതിയിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് കേബിളിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് 2 സ്റ്റിക്കർ കാണാൻ സാധിക്കും. ഈ സ്റ്റിക്കറിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തെ ഒരു സ്റ്റിക്കർ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ജെന്യുവൻ ആണോ നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റിക്കറാണ്. പിന്നെ രണ്ടാമത് മീയുടെ ലോഗോയൊക്കെ ഉള്ള ഒരു സ്റ്റിക്കറും കാണാൻ സാധിക്കും. പിന്നെ കേബിളിലേക്ക് വരുമ്പോൾ നമുക്ക് തിന്നായിട്ടുള്ളൊരു കേബിളാണ്. കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു കേബിൾ ക്വാളിറ്റി എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഫസ്റ്റ് കാണുമ്പോൾ തന്നെ നല്ല രീതിയിൽ തിന്നായിട്ടുള്ളൊരു കേബിളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി കേബിളിൽ നിന്നും നമ്മൾ നെക്ക് ബാൻഡിലേക്ക് എത്തുന്നു. നെക്ക് ബാൻഡ് ആ ഒരു ജോയിൻറ്റ് എടുക്കുമ്പോഴും കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു ഇവിടുത്തെ ജോയിൻറ്റ് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഇനി ഈ നെക്ക് ബാൻഡ് ലെഫ്റ്റ് സൈഡിലെ നെക്ക് ബാൻഡിൻ്റെ എൻഡിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമുക്ക് 3 ബട്ടൺസ് കാണാൻ സാധിക്കും. ഈ 3 ബട്ടൺസിനെ കുറിച്ച് പറയുമ്പം ഒന്നാമത്തെ ഒരു ബട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിംഗിൾ ബട്ടണാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഇയർഫോൺ ഓഫ് ആക്കുന്നതും ഓൺ ആക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ പെയറിങ്ങിന് വേണ്ടിയിട്ടും പിന്നെ മ്യൂസിക് നിർത്താനും അതുപോലെ തന്നെ തുടങ്ങാനും പിന്നെ കോൾ എടുക്കാനും അതുപോലെ തന്നെ കോൾ കട്ട് ചെയ്യാനും ഒക്കെ ഈ ഒരു ബട്ടണാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഡബിൾ പ്രസ് അടിച്ചാൽ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ വോയിസ്
വോയിസ് അസിസ്റ്റൻറ്റ് സർവീസും ഓപ്പൺ ആക്കാൻ പറ്റും. അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു സിംഗിൾ ബട്ടൻ്റെ ഫങ്ഷൻസ്. ഇനി നമ്മൾ തൊട്ട് മുകളിലായിട്ട് 2 ബട്ടൺസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള രീതിയിലാണ് വരുന്നത്. ഈ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് വോളിയം കൂട്ടാനും കുറക്കാനും, അതുപോലെ തന്നെ അത് നെക്കി പിടിച്ചാൽ നമുക്ക് അടുത്ത ട്രാക്കിലേക്ക് പോകാനും, അതുപോലെ തന്നെ അതിലുള്ള 2ാമത്തെ ബട്ടൺ നമ്മൾ നെക്കി പിടിച്ചാൽ മുമ്പത്തെ ട്രാക്കിലേക്ക് പോകാനൊക്കെ അങ്ങനത്തെ രീതിയിലാണ് ഈ 2 ഒരുമിച്ചുള്ള ബട്ടൺസ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഈ 3 ബട്ടൺ ഉപയോഗിച്ചിട്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ഒരു LED ലൈറ്റും കാണാൻ സാധിക്കും. ഈ ലൈറ്റ് നമുക്ക് റെഡ് കളറിലും അതേപോലെ തന്നെ ബ്ലൂ കളറിലുമാണ് ഇത് പ്രകാശിക്കുന്നത്. അങ്ങനെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ബ്ലൂ കളറ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ, ഫാസ്റ്റായിട്ട് ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ അത് പെയറിംഗ് മോഡിലാണ് എന്ന്, അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു മോഡിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ സംഭവം കണക്റ്റായി വർക്കിംഗ് ആണ് എന്ന് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഓഫ് ആകുമ്പോൾ ഓഫ് ആകാൻ പോകുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് റെഡ് ബ്ലിങ്ക് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ചാർജിങ് ടൈമിലും റെഡ് ബ്ലിങ്ക് ചെയ്യും. അങ്ങനെയാണ് ഈ LED ലൈറ്റ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു മൈക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു ചാർജിങ് പോർട്ടും ഇവിടെ തന്നെയാണ് കാണാൻ സാധിക്കുക. ഈ ചാർജിങ് പോർട്ട് കവേർഡ് ആണ്, നമുക്ക് ആ കവർ മാറ്റിയിട്ടാണ് ചാർജ് ചെയ്യാൻ പറ്റുക. തീർച്ചയായിട്ടും ഈ ഒരു ഇയർഫോണിന് IP റേറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ IP റേറ്റിംഗ് ഇല്ലെങ്കിലും നമുക്ക് വെള്ളം അല്ലെങ്കിൽ നമ്മുടെ വിയർപ്പൊക്കെ ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ അത് സഹായിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ ഈ ഒരു നെക്ക് ബാൻഡ് ഇവിടുത്തെ മെറ്റീരിയലിനെ കുറിച്ച് പറയുമ്പോൾ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ബാൻഡിലേക്ക് വരുമ്പോൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് മടക്കാനോ ഒക്കെ പറ്റും. നമുക്ക് ബാഗിലൊക്കെ കൊണ്ട് നടക്കാനൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്ന രീതിയിലാണ്. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് വന്നത്. TPU മെറ്റീരിയലാണ് ഇവിടെ വന്നിട്ടുള്ളത്. കുറച്ചൊരു വണ്ണം കൂടിയൊരു ഡിസൈനാണ് നമ്മൾ മറ്റുള്ള ഈ ഒരു റേഞ്ചിലുള്ള ഫ്ലെക്സിബിൾ ബ്ലൂടൂത്ത് ഇയർഫോൺ വെച്ചൊക്കെ പരിഗണിക്കുമ്പോൾ എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് MIയുടെ ഒരു ലോഗോ കാണാൻ സാധിക്കും. പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ലോഗോയെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു ലോഗോ മാത്രമാണ് ഈ ഒരു ഇയർഫോണിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി നമ്മൾ റൈറ്റ് സൈഡിലെ ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ ടിപ്പിലേക്ക് വരുമ്പോൾ കാര്യമായിട്ട് അവിടെ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഇതിനകത്താണ് നമുക്ക് ബാറ്ററി വരുന്നത്. 120 mAh ബാറ്ററിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഇയർഫോണിനെ അടുത്തുനിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുക. ഈ ഒരാഴ്ച ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ അടുത്തായിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അതേപോലെ തന്നെ ഡിസൈനിനെ കുറിച്ച് പറയാം. ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ഭാഗം, അതായത് ഇയർഫോണിൻ്റെ ആ ഒരു ഭാഗം മെറ്റൽ പ്ലസ് പ്ലാസ്റ്റിക് ഫിനിഷിലാണ് വരുന്നത്. അതേപോലെ തന്നെ ആ ഒരു ഡിസൈനും വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും. പക്ഷേ നമുക്ക് ഈ ഒരു നെക്ക് ബാൻഡ് ഏരിയയിലേക്ക് വരുമ്പോൾ ഫുൾ പ്ലാസ്റ്റിക് ആണ്. അതേപോലെ തന്നെ ഈ ബട്ടൺസും കാര്യങ്ങളൊക്കെ വളരെ നല്ല ടാക്ടൈലാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫീല് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. കുറച്ചുകൂടി ക്വാളിറ്റി ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ ഏരിയ. അതുപോലെ തന്നെ വയർ കുറച്ചുകൂടി കട്ടി കൂട്ടാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി ക്വാളിറ്റി കൂട്ടാമായിരുന്നു എന്നും തോന്നിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ ഈ ഒരു ഏരിയ കുറച്ചുകൂടി വണ്ണം കുറക്കാമായിരുന്നു എന്നും ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ കുറച്ചുകൂടി ലൈറ്റർ ആകുമായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് അത് ഉണ്ട് എന്നുള്ള ഫീലിംഗ് കുറച്ചുകൂടി കുറക്കാൻ അത് സഹായകമായിരുന്നു എന്നും തോന്നിയിട്ടുണ്ട് ആ ഒരു ഡിസൈനിനെ കുറിച്ച് പറയുമ്പോൾ. ഓക്കെ, ഇനി അടുത്തായിട്ട് ഇതിൻ്റെ ഫിറ്റിങ് അതേപോലെ തന്നെ കംഫർട്ട് കാര്യത്തിലേക്ക് വരാം. ഫിറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ വളരെ നല്ല രീതിയിൽ ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഒരു ഡിസൈൻ നമ്മൾ പറഞ്ഞു, ഒരു ബെൻഡ് വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ ചെവിയിലേക്ക് നല്ല രീതിയിൽ കയറി നിൽക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഫിറ്റാണ്. എന്നിരുന്നാൽ പോലും ഇവിടെ ഒരു ഫിൻസ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു ചെറുതായിട്ടൊരു കുറച്ചുകൂടി സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഫിൻസ് ഉണ്ടല്ലോ, അതില്ലാത്തത് കൊണ്ടുള്ള കുറച്ചൊരു ഫിറ്റിൻ്റെ കുറവുണ്ട്. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആകുമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പായിട്ട് പറയാൻ സാധിക്കും, നോർമൽ യൂസേജിൽ ഈ ഒരു ബ്ലൂടൂത്ത് ഇയർഫോൺ നല്ല രീതിയിൽ ഫിറ്റായിട്ട് ഇരിക്കും. അതേപോലെ തന്നെ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആണ് സംഭവം. ഓക്കെ, ഇവിടെയാണ് കുറച്ചുകൂടി കംഫർട്ട് കൂട്ടാമായിരുന്നു, കുറച്ചുകൂടി സ്ലിമ്മർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി കംഫർട്ട് കൂട്ടാമായിരുന്നു എന്നുള്ളൊരു രീതിയിലേക്ക് തോന്നിയത്. പിന്നെ അതേപോലെ തന്നെ ഫിറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം പറയണം, നോയ്സ് ഐസൊലേഷൻ. അതായത് പുറത്തുനിന്നുള്ള സൗണ്ട് നമുക്ക് ഉള്ളിലേക്ക് കേൾക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിലാണ് ഈ ഒരു റേഞ്ചിലുള്ള ബ്ലൂടൂത്ത് ഇയർഫോണുകളൊക്കെ പരിഗണിക്കുമ്പോൾ അതേ രീതിയിൽ ഇവിടെയും വന്നിട്ടുണ്ട്. അതായത് പുറത്തെ നോയ്സ് ഒന്നും നമുക്ക് അത്രത്തോളം ഉള്ളിലേക്ക് കടക്കാത്ത രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ഈ ഒരു ഇയർബഡ്സ് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു സിലിക്കൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ രീതിയിലാണ്, നല്ല ഫിറ്റാണ് ആ ഒരു കാര്യത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ. പിന്നെ ബ്ലൂടൂത്ത് ഇയർഫോൺ ആണ്, അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ഒരു കാര്യം ഉണ്ട്, അതായത് ചാർജിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഏകദേശം 2 hours ടൈം എടുക്കുന്നുണ്ട് ഇത് ഫുൾ ചാർജ് ആകാൻ വേണ്ടിയിട്ട്.
പിന്നെ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ ഇവർ പറയുന്നത് 8 hours കണ്ടിന്യൂസ് യൂസേജ് കിട്ടും എന്നാണ്. തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ തന്നെയാണ് അനുഭവപ്പെട്ടത്. ഒരു 8 hours അടുത്ത് വരെ എന്തായിരുന്നാലും കണ്ടിന്യൂസ് യൂസേജിൽ നമുക്ക് കിട്ടും എന്ന് അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നോർമൽ യൂസേജിലാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 day ബാറ്ററി ലൈഫ് തീർച്ചയായിട്ടും ഇത് തരുന്നുണ്ട്. നല്ല രീതിയിലാണ് ഇവിടെയൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഈ ബ്ലൂടൂത്ത് ഇയർഫോൺ നമ്മൾ ബ്ലൂടൂത്ത് 5 ഉള്ള ഡിവൈസായിട്ട് കണക്ട് ചെയ്താൽ അതിൽ നമുക്ക് എത്രത്തോളം ചാർജ് ഈ ബ്ലൂടൂത്ത് ഇയർഫോണിലുണ്ട് എന്ന് കാണാൻ സാധിക്കും. അത് വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. ഇനി അടുത്തായിട്ട് ബ്ലൂടൂത്തിൻ്റെ ആ ഒരു റേഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ കണക്ഷൻ സ്റ്റെബിലിറ്റിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്ക് കണക്ഷനിലൊന്നും പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. അതേപോലെ തന്നെ റേഞ്ചിൻ്റെ കാര്യത്തിലും 10 meter റേഞ്ചാണ് ഇതിന് പറയുന്നത്. അത് ഏകദേശം അതേ ഒരു റേഞ്ച് നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ റേഞ്ചിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ കണക്ടിവിറ്റിയുടെ കാര്യത്തിലോ ഒരു പ്രശ്നമായിട്ട് തോന്നുന്ന രീതിയിലൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. ഇനി അടുത്തായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അതായത് സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ബാസ് അല്ലെങ്കിൽ ബേസിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ സൗണ്ട് വരുന്നത് എന്നുള്ള രീതിയിൽ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നല്ല രീതിയിലുള്ളൊരു ബേസ് ഈ ഇയർഫോൺ തരുന്നുണ്ട്. പക്ഷേ നല്ലൊരു ബേസ് ഉണ്ട് എന്ന് വിചാരിച്ച് മ്യൂസിക് ക്വാളിറ്റിയിലും പ്രശ്നമില്ല. നല്ല രീതിയിലുള്ള ഒരു മ്യൂസിക് ക്വാളിറ്റിയും തരുന്നുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ 2000 രൂപ പ്രൈസ് റേഞ്ചിൽ ഞാൻ ഉപയോഗിച്ച ബ്ലൂടൂത്ത് ഇയർഫോണുകളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല സൗണ്ട് ക്വാളിറ്റി തരുന്ന ഒരു ബ്ലൂടൂത്ത് ഇയർഫോണാണ് ഈ ഒരു മി നെക്ക് ബാൻഡ് എന്നുള്ള ബ്ലൂടൂത്ത് ഇയർഫോൺ എന്ന് സിമ്പിളായിട്ട് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ബ്ലൂടൂത്ത് ഇയർഫോൺ ഞാൻ ഏകദേശം ഒരാഴ്ച ഉപയോഗിച്ചപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ. അതായത് സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഫൈനലായിട്ട് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വയറിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടി കൂട്ടാമായിരുന്നു. അതേപോലെ തന്നെ നെക്ക് ബാൻഡിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടി കൂട്ടാമായിരുന്നു, കുറച്ചുകൂടി സ്ലിം ആക്കാമായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും സൗണ്ട് ക്വാളിറ്റി നോക്കിയിട്ട് നിങ്ങളൊരു ബ്ലൂടൂത്ത് ഇയർഫോൺ, അതേപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന പൈസക്കുള്ള ഒരു മൂല്യം നോക്കിയിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് ഇയർഫോൺ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്പർ 1 ആയിട്ട് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ബ്ലൂടൂത്ത് ഇയർഫോണാണ് ഈ മി നെക്ക് ബാൻഡ് ബ്ലൂടൂത്ത് ഇയർഫോൺ എന്നുള്ള ഇയർഫോൺ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ മി നെക്ക് ബാൻഡും അതേപോലെ തന്നെ റിയൽമിയുടെ ബഡ്സ് വയർലെസ് എന്നുള്ള ബ്ലൂടൂത്ത് ഇയർഫോൺ തമ്മിൽ കമ്പയർ ചെയ്യുന്ന വീഡിയോ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്ലൂടൂത്ത് ഇയർഫോൺ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള ഡയറക്റ്റ് പർച്ചേസ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ചാനലിന് ചെറിയ രീതിയിലുള്ള ഒരു സഹായമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും അൻസിസ് വ്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.